ഗൈസ്, ഇപ്പോൾ രാവിലെ ഒരു 6:40 കേട്ടോ. ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതിന് പോവാൻ ഞാൻ രാവിലെ റെഡിയായി നിൽക്കുന്നതാണ്, ബിബീനെയും കാത്തിട്ട് ഞങ്ങൾ ഷെഡിൽ. ഞാൻ വിചാരിച്ചൊന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇത്ര രാവിലെ ഞാൻ എണീക്കില്ല. അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ വെറുതെ വീട്ടിൽ തന്നെ ഉണ്ട്. നിനക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല. കോഴിക്കോടാണ് കല്യാണം ഉണ്ടായത്, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിന് പോകാത്തതുകൊണ്ട്. എന്തായാലും മീവി വന്നിട്ട് ചുള്ളിക്കരയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ വന്നിട്ട് ചുള്ളിക്കര പോയിട്ട് കേക്ക് എടുത്തിട്ട് പടിമരുന്ന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ പോകുന്നു. നല്ല മഴയാണ് കേട്ടോ. മഞ്ഞെല്ലാം കണ്ട ബാക്കിൽ നല്ല മഴയുണ്ടായിന്. ഞാൻ മറ്റേ 2-3 ദിവസം നല്ല വെയിലാണ്. അപ്പോൾ വെയിലെല്ലാം മഴ നല്ല പൂരം മഴയായി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, 6:30 പോകണ്ടേ. ഇപ്പോൾ 6:40 നേരത്തെ വിളിക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന് വെള്ളമായത്. ഞാൻ വന്നിട്ട് കാണാം. ഞാൻ വരുന്നുണ്ട്. ആക്കി അതിൽ കൂടി വരുന്നുണ്ട്. അതിൽ കൂടി വരുന്നുണ്ട്. വരുന്നുണ്ട്. മിന്നലും തെളിച്ചിട്ട് വരുന്നുണ്ട്. സൈഡ് പഴം, സൈഡ് പേര്. നമ്മളൊരു കേക്ക് അങ്ങാത്ത് നിൽക്കുന്നതാണ്. കേക്ക് വാങ്ങിച്ചു. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക്. അതാണ് പടിമരുന്ന്. വീടിൻ്റെ സ്ഥലത്തിൻ്റെ വയ്യറിയില്ല. ഞാൻ ചോദിക്കാൻ പോയി. വെറൈറ്റി ബൊക്കയിലുണ്ട് നമുക്ക്. പുതിയതായിട്ട് ഇറക്കിയ സാധനം. ഇതാരൊക്കെ 5 ചേച്ചിയാ ആളെന്ന് മനസ്സിയാ. വീട് ഏതായാലും അങ്ങാടിയിലൊരു വീടാണ്. കാണുന്നില്ല. ആ വീടാണ്. വീഡിയോ എടുക്കണം ഇനി. നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആദ്യം പ്രാങ്കെല്ലാം ചെയ്ത് ഇങ്ങനെ പറ്റിയിട്ട് ബോയ് ഫ്രണ്ടിൽ തന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നോക്കി. പക്ഷേ ആളെ പേര് പറഞ്ഞു, കൊടുത്താളെ പേര് ആദ്യം പറഞ്ഞു. പിന്നെ മഴയും പെയ്തു. പിന്നെ ഒന്നും കിട്ടിയില്ല. മതി പിടിക്കണോ കുറോ? പൂര മഴ പിടിക്കുന്നുണ്ട്. പിന്നെ പോയി ഉറങ്ങാം. സമയമായി. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റെല്ലാം കൊടുത്തു തിരിച്ച് വീട്ടിലേക്ക് എത്തി. അയ്യോ, തിരിച്ച് വീട്ടിലേക്ക് വലേ. നല്ല ഉറക്കം വരുന്നുണ്ട്. അയ്യോ, അല്ലെങ്കിൽ ഈ സമയമൊന്നും കാണില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഉറങ്ങട്ടെ. മഞ്ഞുണ്ട് രാവിലെ തന്നെ. വീട്ടിലൊന്നും ദോശയാണെന്ന് തോന്നുന്നു ചായക്ക്. ഇനിയിപ്പോൾ ഞാൻ പോയി ദോശ ആക്കി ചുട്ട് തിന്ന്. ഞാനിപ്പോൾ വീട്ടിലെത്തി. ഗൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഗൈസ് പറയുന്നല്ലേ. സോ നമ്മൾ ചായ വെക്കാം. ഞാൻ പറഞ്ഞേ ദോശ ഞാൻ ചുടേണ്ടി വരുന്നു വന്നിട്ട്. അതുപോലെ തന്നെ മതി. ദോശ ചുടട്ടെ. കത്തിക്കട്ടെ. വീണാ പൊടി. രാവിലെ ഒരു പാൽ ചായ കുടിക്കുമ്പോൾ ടേസ്റ്റ് സുഖം വേറെ. ഞങ്ങൾ ദോശ ഉണ്ട്. അടുത്തൊന്നും ഉണ്ടായില്ല ചട്ടി മത്തിയെല്ലാം. ഇത് ഓൾറെഡി ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ചൂടില്ല. ഈ ചൂടില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ദോശ ഉള്ളത്. എപ്പോഴും അങ്ങനെ എത്ര മണിക്ക് എണീച്ചാലും ദോശ ചൂടോടെ തിന്നും. അതിപ്പോൾ 12 മണിയായാലും രാവിലെ 7 മണിയാണ്. രാവിലെ 7 മണിക്ക് എനിക്കില്ല വേറെ കഴിച്ചിട്ട് കഴിയില്ല. കഴിച്ചു.
നിങ്ങളോട് പറയാണ്ട് കുറച്ച് ചായ ഇട്ട് പോയി. പക്ഷെ ചായയിൽ പൊടി ഇട്ട് പോയി. കുറച്ചുകൂടി പൊടി ഇടാം. ഞാനിങ്ങനെ വീഡിയോയിൽ നോക്കിയിട്ട് പൊടി ഇടുമ്പോൾ ചിലപ്പോൾ പൊടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചായയിൽ നോക്കിയിട്ട് തന്നെ ചായപ്പൊടി ഇടും. പറ്റിയിട്ടുണ്ടോ? കുറച്ചുകൂടി തിളക്കൂ തിളക്കൂ തിളക്കൂ. ചായ ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ പിന്നെ ഓഫാക്കണം. പിന്നെ കുറച്ചുകൂടി തീ കൂട്ടി വെക്കണം. പിന്നെ പോകും. അപ്പം പിന്നെ എന്താക്കാം, നമ്മളെ ദോശ, ചൂട് ദോശ. രാവിലെ കഴിഞ്ഞ് ഉച്ചയായിട്ടാ. ഞാൻ പറഞ്ഞിട്ടേ രാവിലെ നല്ല ഉറക്കുണ്ടെന്ന്. അപ്പോൾ ഞാൻ പോയിട്ടാകുമ്പോൾ ചായയും കുടിച്ച് അപ്പടെ കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഒരു 11:30 ആയിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ വിചാരിച്ചു രേവതിയെല്ലാം പാറപ്പള്ളി പോയി കുഞ്ഞിൻ്റെ അടുത്തേക്ക്. അപ്പം ഞാനും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല മഴയുണ്ടായിട്ട് രാവിലെ ഞാൻ കാണിച്ചിട്ട്. അപ്പം മഴയെല്ലാം മാറി നല്ല പൊരിഞ്ഞ വെയിൽ. ഏതാ നല്ല വെയിൽ. ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ വെയിലിനെ നമ്പരുത്. ഇപ്പോൾ വരും മഴ. മഴ മാറുന്ന വെയിൽ വരുന്നത്. വെയിൽ വരുന്നത് മഴ മാറും. അങ്ങനെ ഞാൻ ഉറങ്ങി എണീക്കുന്നിടത്തുനിന്ന് അങ്ങനെ എണീച്ചിട്ട് വന്നേ വന്നിട്ടാ. രാവിലത്തെ അതുപോലെ കുറച്ച് പൗഡർ കിട്ടീന്. മുടിയെല്ലാം ഇങ്ങനെ വാരിക്കിട്ടി. ഞാൻ അന്ന് ഞണ്ട് പിടിക്കാൻ വരുന്ന വ്ളോഗ് ഇട്ടിട്ടില്ലേ, അത് ഈ സൈഡിൽ നിന്ന് കേട്ടോ. ഞാൻ ഞണ്ട് പിടിച്ചേ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇവിടെയായിരുന്നു മെയിൻ. പക്ഷെ അന്ന് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമില്ല, വെള്ളം കുറഞ്ഞു. ഞാൻ 2-3 ദിവസം വെയിലുണ്ടായിട്ട് ആ വെയിലത്ത് ഭയങ്കര കുറഞ്ഞു. അപ്പോൾ കുറച്ച് മഴ പെയ്തുകൊണ്ട് കുറച്ച് കൂടി. ഇവിടെ നമ്മളിങ്ങനെ നോക്കിയൊന്ന് ഞണ്ട് കാണും. ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടന്നിട്ടുണ്ടാവും. അതുപോലെ ഉണ്ടാവും ഞണ്ട്. നോക്കാൻ സമയമില്ല അല്ലേ. ഞാൻ ഇതിൽ പോകുമ്പോൾ എല്ലാം ഞാൻ നോക്കും ഞണ്ടുണ്ടോ എന്ത്. പിടിക്കാൻ പറ്റൂല, അതാ പ്രശ്നം. വലിയ ഞണ്ടായിരിക്കും, അടിക്കും. പിന്നെ അങ്ങനെ പിടിക്കാൻ മുതിരില്ല. ഒരു കത്തിലെടുത്തിട്ട് വന്നിട്ട് ഒറ്റ കൊത്ത്. ഞാനില്ലേ ഈ ഞണ്ട് പിടിക്കാൻ പോയതല്ലേ, ഞാനൊരു 2 കൊല്ലം മുമ്പേ ഞണ്ട് പിടിക്കാൻ പോയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗിൽ ഞാനിങ്ങനെ ഞണ്ടിനെ കണ്ടാകുമ്പോൾ പാക്കോടെ ഇങ്ങനെ കൊത്തി. പാക്കോടെ മിസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതാ കുത്ത് 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 എന്ന് പറഞ്ഞേ. എനിക്ക് ആരോ കമൻറ്റ് ഇട്ടിട്ട് ബ്രൂട്ടൽ മൈൻഡ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഞണ്ടിനെ കൊല്ലുന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ്. അവരും ഞണ്ടിനെ തിന്നുകൊണ്ട് ഞാൻ ഞണ്ട് തിന്നു. നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പോയാൽ ഞണ്ട് കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കൂ. അപ്പം അതിന് പിടിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കും. അതിനാണല്ലോ പോയത്. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിന് പിടിക്കി കൊത്ത് നിന്ന് പിന്നെ മിസ്സായതല്ല. പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അതിനാണോ കമൻറ്റിട്ടിന് ബ്രൂട്ടൽ മൈൻഡ് വാട്ട് മൈൻഡ് ചെയ്യുന്നില്ലട്ടെ. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. അടക്കട്ടെ. അപ്പോൾ അതാണ് ഞണ്ട് കഥ. എന്നെ വെല്ലുവിളിച്ചു നാളെ അർജൻറ്റീനയും സ്പെയിനും സ്പെയിൻ ജയിക്കും അർജൻറ്റീന തോക്കുമെന്ന് പറഞ്ഞിട്ട്. കാണാം നമ്മുടെ ഭജനാട് നല്ല വലിയ നിങ്ങൾ വരാനാ. മത്തി പൊരിക്കുന്നു. കമ്പപ്പൻ്റെ മത്തി പൊരിക്കും. അതെന്ത് കറിയപ്പം? സാമ്പാറാ? കുടിച്ചിട്ട് ഇപ്പൊ പൊരിച്ചിട്ട് ഞാൻ പിടിച്ചതാ. അങ്ങനെ പിടിക്കാം. പാല് മറിഞ്ഞോ? ഒട്ടി പാല് മറിഞ്ഞു. കേസ് അങ്ങനെ ബസ്സിൽ ഇറങ്ങി പീടികയിലും പോയി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം എനിക്ക് കുറച്ച് പാല് കിട്ടി. പാറപ്പള്ളി വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് പാല് കിട്ടി. എന്ത് വെയിലറിയും, കരിഞ്ഞു പോയി വെയിലത്ത്. കാണിച്ചു തരാം. ഇപ്പം കുറച്ച് തണലുണ്ട്. കണ്ട ഇപ്പം മഴ വെയിൽ പോകും. ഇപ്പം വെയിൽ പോകും.
ബാങ്ക് വിളിക്കുന്നു കേട്ടോ. എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ പാർപ്പള്ളി വരുന്ന ഒരു വ്ളോഗായിരിക്കും ഉണ്ടാവുന്നത്. മിക്ക വീഡിയോസും ഞാൻ ചിലപ്പോൾ പാർപ്പള്ളി വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. കുഞ്ഞിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓനെ ഇടക്കിടയ്ക്ക് കാണാൻ തോന്നും. ഞാൻ ഇടക്കിടയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് വലുതായ പോലെ തോന്നും. ഇപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം അതേ പോകുന്നതാണ്. 2 ദിവസം മുമ്പേ ഞാൻ വന്നിട്ടുണ്ടായി ഇവരെ കൊണ്ടാക്കാൻ. കീരി ഉടുമ്പ് വലിയുടുമ്പ്. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം പോയി കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലുതായ പോലെയൊക്കെ തോന്നും. അങ്ങനെ അപ്പോൾ ഓനെ കാണുന്നതിൽ ഒരു സന്തോഷം. കല്യാണത്തിന് പോകാത്തതുകൊണ്ട് എന്നെ കളിയാക്കുന്നതാണ് കേസ്. കുറേ ആളില്ല പോലെ തോന്നുന്നു, പക്ഷെ ആൾക്കാരില്ല, കുറവാണ്. ബാക്ക് തിരിച്ച് കടിക്കും. ഇതിലൊന്നുമില്ല, ലിപ്സ്റ്റിക് എടുക്കണമല്ലോ പറഞ്ഞിട്ട് ബാഗ് എടുത്ത. കുറേ പോയി. കുറേ ഉണ്ട് നോക്കുമ്പോ ആടി. ഞാൻ വെറുതെ പറഞ്ഞ ഞാനുടെ ബസ് സ്റ്റാൻഡിൽ തന്നെ, ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ട്. കുഞ്ഞ് അപ്പമുണ്ട്, സാമ്പാറുണ്ട്. ഇതാണ് സ്പെഷ്യൽ ചട്നി, തൈര് ചട്നി. നിക്ക് വേണ്ടതാ. മൂത്തതൊന്നോ നമുക്കൊന്നും പോയാൽ ഫ്രീ കിട്ടൂല. നമുക്ക് ഒരു സാധനം ഇഷ്ടായിട്ടു. അമ്മ ഞാൻ തലയിട്ട് തല എത്ര മതിയാ ഇല്ല കാണണ്ടാ. അയ്യോ വേനണ്ടാ. ഉറക്ക കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അതാണ്ടോ ഉറക്കം വരുന്ന. പക്ഷെ നിന്നെ ഉറക്കൂല. പോന്ന വരോളം എടുത്തിരിക്കും, പോയി കഴിഞ്ഞാൽ ഇവരെ എടുത്തിരിക്കും. നമുക്ക് തൊട്ടുപോണ്ടേ നടക്കേ. ഇല്ലൊരു ഹായ് പറഞ്ഞേ. ഹായ് സബ്സ്ക്രൈബേഴ്സ്, ഹായ്. ഞാൻ ജനിച്ചത് ഇല്ലാന്ന്. അത് സൂപ്പർ. ഹായ് നിങ്ങൾക്ക് താത്താ. അയ്യോ വെറുതെ തന്നെയാ നോക്കുന്നത്. എന്നെ നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. വെച്ചോ. കെട്ടിപ്പിടി. ഇല്ല പിടിക്കും പിടിക്കുമോനെ. പിടിക്ക്. ഇന്ന് കൊറേ സാധനങ്ങളുണ്ട്. മതി ഇതെടുക്കണ കുറച്ച് വെള്ളം വേണ്ടേ. കഞ്ഞി കുടിക്കാം നമുക്ക്. ചോറുതാ ഇഷ്ടം പോലെ പ്ലാത്തിച്ചക്കേന്റെ കറി. മീൻ ചോറുണ്ടാക്കി 2-3 ആളുകൾ മടങ്ങിപ്പോയി. സ്ഥലമില്ലാഞ്ഞിട്ട് Okay, bye. See you. ബൈ. ടാറ്റാക്ക്. അയ്യോ സന്തോഷം എല്ലാം പോലെ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ഞങ്ങൾ പോട്ടെ. ടാറ്റാ.
മഴ പെയ്യുന്നുണ്ട്, ഒരു കൊടയിൽ 3 ആൾക്കാരുണ്ട്. സാറില്ല, നമുക്ക് ഇവിടെ കൊടയിൽ കൂടാനാണ്. ബാംഗ്ലൂര്. ഞങ്ങളെ കൂട്ടാണ്ട് കുറവാ. 6 കൊട എടുത്തിട്ട് പോന്നു. ഞങ്ങൾ നിന്റെ വീട്ടിൽ തന്നെ പോന്ന്. നല്ല മഴവിൽ കൊട കൊണ്ട് ഇവിടെ ഫുള്ള് മറ്റേ ഈ ഹനുമാൻ കിരീടാണ്. ഹനുമാൻ കിരീടം ഞാൻ എന്തെല്ലോ പറയും. ഇവിടെ ഒരു കുളം ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേ വീഡിയോയിൽ ഞാൻ ആ കുളം കാണിച്ചില്ല. ആ കുളം ഞാൻ കാണിച്ചു തരാം. വണ്ടി വന്നില്ലേ ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി കാണിച്ചു തരാം. പാറു ഞങ്ങളെ കൂട്ടാണ്ട് ഡബിൾ സ്പീഡിൽ പോയി. ഞങ്ങളിപ്പോൾ ചെരുപ്പൂരാ പാറപ്പള്ളി ബസ് കയറാൻ വന്നു.